ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫോറിൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഫോണിൽ നിന്ന് കംപ്ലൈൻറ്റ് ആയി, അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റാഞ്ഞത്. ഇപ്പോൾ ആ പ്രശ്നമൊക്കെ തീർത്തിട്ട് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചധികം സെയിൽ പോസ്റ്റിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടരെ വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിൽ എന്തെങ്കിലും പെറ്റ്സ് സെയിൽ ചെയ്യണതാ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രം മതി കേട്ടോ. ഇത് നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ 30 സെക്കൻഡിൽ വീഡിയോസെങ്കിലും അയക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ഓരോ വീഡിയോസിനൊപ്പം നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പർ 1, നമ്പർ 2 അല്ലെങ്കിൽ A1, A2 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പെറ്റ്സിൻ്റെ ഓണേഴ്സിൻ്റെ നമ്പേഴ്സ് കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാനും ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. പിന്നെ നമ്മളൊരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. ഫോൺ നാശമായിരിക്കുന്ന ടൈമിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോസ് ഇടുന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഉടനെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം സെയിലിനായിട്ട് വന്നുള്ള പ്രാവാണ്. അതായത് ബർപ്പൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത്. കൺഫേം ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. അപ്പോൾ ഓണറുടെ പേര് സൂരജ് എന്നാണ്. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിന് അധികം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ സ്ഥലം മറക്കേണ്ട, പാലക്കാടാണ് സ്ഥലം വരുന്നത്. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസും കൂടി ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസാണ്. അപ്പോൾ ഏത് വെറൈറ്റി ഗപ്പീസാന്ന് നോക്കിയാൽ നമ്മുടെ പ്ലാറ്റിനം റെഡ് ഡംബോയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ സെമി അഡൽട്ടാണ് പ്രായം വരുന്നത്. സ്ഥലം വരുന്നത് പാലക്കാടാണ്. കൊറിയറും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് 100 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള കുറച്ചധികം നാടൻ പ്രാവളും ക്രോസ് പ്രാവളും ഒക്കെയാണ് കേട്ടോ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. മൊത്തം 12 പീസാണ് കൊടുക്കാനുള്ളത്. മൊത്തം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാട് കൊങ്ങാടാണ് സ്ഥലം വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യമെങ്കിൽ വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള കുറച്ചധികം ഗപ്പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി ഗപ്പീസാന്ന് നോക്കിയാൽ നമ്മുടെ പർപ്പിൾ ബെറി ആണ്. അപ്പോൾ പ്രായം വരുന്നത് സെമി അഡൽട്ടാണ് പ്രായം വരുന്നത്. അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 150 രൂപയാണ് പെയറിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഓണർ പേര് അതുൽ എന്നാണ്. അപ്പോൾ സ്ഥലം വരുന്നത് വയനാടാണ് കേട്ടോ. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ നമ്പറിൽ വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ള വെറൈറ്റി ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ ഫുൾ ഗോൾഡിൻ്റെ ആണ് കേട്ടോ. അതും സെമി അഡൽട്ട് തന്നെയാണ് പ്രായം വരുന്നത്. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 150 രൂപ തന്നെയാണ് കേട്ടോ പെയറിന് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഓണർ പേര് അതുൽ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസും കൂടി ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളതും ഗപ്പീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി ഗപ്പീസാന്ന് നോക്കിയാൽ നമ്മുടെ ഫുൾ ബ്ലാക്കിൻ്റെ ഗപ്പീസാണ് നമുക്ക് കൊടുക്കാറ് കേട്ടോ. അതും ബ്രീഡിംഗ് പെയറാണ്, നല്ല ക്വാളിറ്റിയുടെ ഗപ്പീസാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പെയറിന് 70 രൂപയാണ് കേട്ടോ. അത് നിങ്ങൾ 5 വെറൈറ്റി എടുക്കുകയാണെങ്കിൽ ഒരു പെയറിന് 50 രൂപയ്ക്ക് അദ്ദേഹം തരുന്നതായിരിക്കും. അപ്പോൾ സ്ഥലം വരുന്നത് കണ്ണൂരാണ്. സ്ഥലം വരുന്നത് ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നുകൂടി നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അദ്ദേഹം രണ്ടാമത് കൊടുക്കാനുള്ള വെറൈറ്റിയാണ് ആൽബിനോ പ്ലാറ്റിനം വൈറ്റ് കേട്ടോ. അപ്പോൾ ട്രയോന് 120 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ബ്രീഡിംഗ് പെയറാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ട്രയോ മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാറുള്ളൂ. അപ്പോൾ 3 ട്രയോ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പെയറിന് 100 രൂപയ്ക്ക് അദ്ദേഹം തരുന്നതായിരിക്കും. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. സ്ഥലം വരുന്നത് കണ്ണൂരാണ്. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഫിഷ് ഏതാണെന്ന് നോക്കിയാൽ നമ്മുടെ റെഡ് ജെലു ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലും ഉള്ള ഒരു ഐറ്റാണ്. അപ്പോൾ നല്ല രീതിക്ക് റെഡ് കളർ കയറി വരും ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ. അതുപോലെ തന്നെ ഓസ്കാറിനെ പോലെ തന്നെ മുട്ടയിട്ട് കുട്ടികളെ വിരിയിക്കണം, നല്ല രീതിക്ക് കുട്ടികളൊക്കെ കെയർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ്. അപ്പോൾ ഓണർ പേര് സൈതലി എന്നാണ്. അപ്പോൾ സ്ഥലം വരുന്നത് കൊല്ലത്താണ്. കൊറിയറും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല, അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്പർ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ച് ബാക്കി ഡീറ്റെയിൽസ് കൂടി ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഫിഷ് ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നുള്ള, അതായത് ഒരുപാട് പേര് ചോദിക്കണ ഒരു ഫിഷാണ് നമ്മുടെ ആഫ്രിക്കൻ കാറ്റ് ഫിഷ്. അതായത് മുഷി എന്നൊക്കെ പറയില്ല, ഒരു വെറൈറ്റീസ് ഇടാം. അപ്പോൾ സൈസ് വരുന്നത് 4-5 മേലെ സൈസ് ഉണ്ട്. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ്. കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാറ്റ് ഫിഷിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 70 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്ന നല്ല ആക്റ്റീവായുള്ള ഫിഷാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ.
അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി ഗപ്പീസാണെന്ന് നോക്കിയാൽ നമ്മുടെ പ്ലാറ്റിനം റെഡ് ആണ്. അപ്പോൾ ഇതും ഒരു ഓഫർ റേറ്റാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ ഓഫർ എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു പെയറിന് 80 രൂപയാണ്. അത് നിങ്ങൾ 5 പെയർ എടുക്കുകയാണെങ്കിൽ ഒരു പെയർ 60 രൂപയ്ക്കാണ് തരിക കേട്ടോ. ജുവനൈൽ സൈസാണ്, അത് പറയണല്ലോ, ജുവനൈൽ സൈസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷിനും കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. കൂടാതെ അദ്ദേഹത്തിന് പർപ്പിൾ ബെറിയും സെയിലിനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെമിലറായിട്ടാണ് പ്രായം വരുന്നത്. ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നേരെ തന്നെ ചോദിച്ച് അറിയാവുന്നതാണ്. കൊറിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിഷിനും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാറ്റാണ്, പേർഷ്യൻ ക്യാറ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നത്. പ്രായം നോക്കുകയാണെങ്കിൽ 6 മാസം മാത്രമാണ് പ്രായം വരുന്നത്. പക്ഷെ നല്ല സൈസുള്ളൊരു വൈറ്റ് തൂവെള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാറ്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ട് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ് സ്ഥലം വരുന്നത്. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1700 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യമൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള മുഷി തന്നെയാണ്. പക്ഷേ അത്യാവശ്യം നല്ല സൈസുള്ള മുഷിയാണ് നമുക്ക് ഈ പ്രാവശ്യം സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൊറിയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫിഷിന് പോസിബിൾ ആണ്. അപ്പോൾ സ്ഥലം വരുന്നത് കൊണ്ടോട്ടിയാണ് സ്ഥലം വരുന്നത്. അപ്പോൾ ഓണർ പേര് സിനാന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 650 രൂപയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അപ്പം കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് സെയിലിനായിട്ട് വന്ന പെറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റ്സിന് സെയിൽ ചെയ്യാൻ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.